എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ തന്നെ എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ എളുപ്പത്തിലുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർക്ക് അത് വേണമെങ്കിൽ നോക്കാം. ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ 1.5 പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർ, മമ്പയർ, വെള്ളപ്പയർ എന്നൊക്കെ ഇതിന് പറയും. ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് പറയുക. പയർ കഴുകി വൃത്തിയാക്കി അത് വേവിക്കാൻ വെക്കാം. അത് വേവുമ്പോഴേക്കും അതിലേക്ക് വേണ്ട മത്തൻ നന്നാക്കി എടുക്കാം. പയർ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുക്കറിലല്ലാതെ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. മത്തൻ്റെ തൊലിയും അതേപോലെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെക്കാം. മത്തൻ തൊലി കളയുന്നതിന് മുമ്പ് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തൊലി കളയാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളാക്കിയ മത്തൻ, നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവിനനുസരിച്ച് സാധാരണ മുളക് പൊടി. പച്ചമുളകും കൂടെ ഇടുന്ന സമയത്ത് നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടിയും കൂടെ ചേർക്കാൻ. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം മത്തനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ പയർ വെന്തിട്ടുണ്ടാവും. ആ വെന്ത പയറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. 3 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഉള്ളിയോ ജീരകമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അരച്ചത് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ അതിൽ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതുപോലെ തിള വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് 1-2 ഉണക്കമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയൊന്ന് ചുവക്കനെ വറുത്തെടുക്കാം. തേങ്ങ ചുവന്ന് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു നുള്ളി ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി തന്നെ വേണമെന്നില്ല. എണ്ണ തെളിഞ്ഞ ഭാഗത്തേക്കായിട്ട് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുത്താലും മതി. തേങ്ങ ചുവന്ന ശേഷം അത് കറിയിലേക്ക് എടുത്തൊഴിക്കാം. ഇനി അടുത്തതുണ്ടാക്കാം. അത് ഇതിലും എളുപ്പമാണ്. ഒരു കുക്കുംബറാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ ഒരു പച്ചമുളകും വേണം. പച്ചമുളക് ഒന്നെന്നല്ല, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഓരോരുത്തരുടെയും പുളിപ്പിന് ആവശ്യത്തിനനുസരിച്ചുള്ള തൈര്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. കുക്കുംബറും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കുക്കുംബർ തൊലി മൊത്തം ചെത്തിക്കളയണമെന്നില്ല. നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് തൊലി നമ്മൾ ചുരണ്ടി എടുത്താൽ മതി. അത്രയും മാത്രം കളഞ്ഞാൽ മതി. ഏകദേശം ടേസ്റ്റ് ഇത് ഇഞ്ചി സമ്മന്തി പോലെ തന്നെയാണ്. അതിനകത്തേക്ക് കുക്കുംബർ വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവ, 1 ഉണക്കമുളക്, പിന്നെ കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയെടുത്ത ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ആ കുക്കുംബറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുക്കുംബർ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. കാരണം ഇങ്ങനെ ചെയ്ത് വേറൊരു കറീൻ്റെ കൂടെ കഴിക്കാവുമ്പോൾ അത്രയ്ക്ക് തന്നെ കുക്കുംബറിൻ്റെ ടേസ്റ്റ് അറിയില്ല. എപ്പോഴും ഇതേപോലുള്ള കറികൾക്കൊക്കെ തന്നെ പുളിപ്പുള്ള ഒന്നുകൂടെ നന്നായിരിക്കും. പുളിപ്പുള്ള എന്തെങ്കിലും കറിയോ ഇതേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നന്നായിരിക്കും. ഇവിടെ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ തന്നെ ഒന്നുകിൽ ഇതുപോലെ ഉണ്ടാക്കും. മോര് വെച്ചിട്ടോ തൈര് വെച്ചിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. സംഭാരം പോലെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ഉച്ചയൂണിന് കണ്ണിമാങ്ങ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നും വിചാരിക്കുന്നു. അതേപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.